പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. നാഹം പ്രകാശഃ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാം അജം അവ്യയം. ഭഗവാൻ തന്നെ സമ്മതിക്കുകയാണ്, നാഹം പ്രകാശ സർവസ്യ. ഉള്ളത് ഞാൻ മാത്രമാണെങ്കിലും എല്ലാവർക്കും ഞാൻ കാണപ്പെടുന്നില്ല, അറിയപ്പെടുന്നില്ല. അതെങ്ങനെയാ? യോഗമായ സമാവൃത. മായ എന്നുള്ളതിന് ഒരു പേരാണ് യോഗമായ. ഈശ്വരന്റെ മായാശക്തി സമാവൃത. അത് നമ്മളുടെ ബുദ്ധിയെ മറച്ചിരിക്കുക. അത് നമ്മളിൽ മാനിഫെസ്റ്റ് ആവണത് അജ്ഞാന രൂപത്തില്. മൂഢോയം ലോകോ നമാം അഭിജാനാതി. ലോകം മൂഢം. ശങ്കരാചാര്യർ മൂഢമതേ എന്ന് പറഞ്ഞപ്പോ എന്തേ ഈ ശങ്കരാചാര്യർ ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ, ശങ്കരാചാര്യർ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല, ഭഗവാൻ പറഞ്ഞതാണ്. മൂഢോയം നാഭിജാനാതി. മൂഢെന്ന് വെച്ചാൽ അജ്ഞാനാവൃത്തം. ലോകോ മാമജമവ്യയം. സർവത്ര വ്യാപിച്ചിരിക്കുന്നുണ്ടെങ്കിലും സൂര്യനേക്കാളും പ്രകാശമാനമായിട്ടുണ്ടെങ്കിലും കാണാൻ വയ്യ. അതിനേക്കാളും പ്രകാശമാനമായിട്ട് വേറെ ഒന്നുമില്ല എന്നാണ് വേദം പറയണത്, അല്ലേ? ഉപനിഷത്ത് പറയും. സ്വയം പ്രകാശമാണ്. അത് പ്രകാശിക്കണത് കൊണ്ടാണ് സൂര്യചന്ദ്രാദികളൊക്കെ പ്രകാശിക്കണത്. ഇത്രയും പ്രകാശമാണെങ്കിൽ കാണണ്ടേ? ശിവാനന്ദ ലഹരിയിൽ തന്നെ ആചാര്യസ്വാമി പറഞ്ഞു, ഒരേ ഒരു സൂര്യൻ, അമാവാസ ദിവസമുള്ള ഇരുട്ട് നേരം വെളിച്ചാകുമ്പോഴേക്കും പോണു. ഏകോ വാരിജബാന്ധവ. വാരിജെന്ന് വെച്ചാൽ താമര. താമരയ്ക്ക് ബന്ധുവാണ് സൂര്യൻ. സൂര്യൻ ഉദിച്ചാൽ താമര വിരിയും. അപ്പൊ നല്ല മനോഹരമായ ഒരു പേരാണ് ഇവിടെ പറഞ്ഞത്. താമര വിരി, സൂര്യൻ ഉദിക്കണം. അതുപോലെ ഭഗവാനാവുന്ന സൂര്യൻ, ഈശ്വര കൃപയാവുന്ന സൂര്യൻ, ഗുരുകൃപയാവുന്ന സൂര്യൻ അവിടെ ഉദിച്ചാൽ ഇവിടെ ഹൃദയത്തില് താമര വിരിയും. ഏകോ വാരിജബാന്ധവ. രമണ ഭഗവാൻ അക്ഷരമണമാലയിൽ പറയണു, ഹേ അരുണാചല, നീ സൂര്യനാണ്. നിന്റെ കിരണം ഇവിടെ സ്പർശിച്ചാലേ ഇവിടെ താമര വീഴുള്ളൂ. നീ സൂര്യനായിട്ട് ഇരിക്കുന്നതിന് പകരം ഒരു വണ്ടായിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കണു. ഈ താമര വിരിഞ്ഞാൽ ഉള്ളിൽ വരാമെന്ന് പറഞ്ഞു. നീ വണ്ടല്ല, നീ സൂര്യനാണ്. നിമിരുപോൽ നീയും മലർന്നില എൻറേ നേർ നിன்றനയൻ അരുണാചല. നിമിരെന്ന് വെച്ച വണ്ട്. വണ്ട് പോലെ നീയും മലർന്നില എന്ന്. നല്ലവണ്ണം മലർന്നില്ല, വിരിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കാമെന്ന് പറയാണ്. ദാറ്റ് ഈസ് പുട്ടിങ് ഇൻ റിവേഴ്സ് ഫോം. നീ സൂര്യനാണ്, വണ്ടല്ല. നീ പ്രകാശിച്ച് അരുണോഭവ ചിത്തകഞ്ച സുവികാസായ. സൂര്യകിരണം ഇവിടെ സ്പർശിച്ചാൽ താമര വിരീണ പോലെ ഭഗവാന്റെ കൃപയാകുന്ന ആ റേ, ആ കിരണം, ആ സാന്നിധ്യവിശേഷം കൊണ്ടാണ് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നത്, അധ്യാത്മമായ ഉദ്ദീപ്തി ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഏകോ വാരിജബന്ധവ ക്ഷിതിനഭോ വ്യാപ്തം തമോമണ്ഡലം. അമാവാസ ഇരുട്ട് നോക്കിയാൽ എവിടെ നോക്കിയാൽ ഇരുട്ട്, മുകളിൽ ചോട്ടിൽ ഇരുട്ടില്ലാത്തൊരു സ്ഥലമില്ല. ഭിത്വാ ലോചന ഗോചരോപി ഭവതി ത്വം കോടി സൂര്യപ്രഭ. ഭിത്വാലോചന ഗോചരോപി ഭവതി. ആ ഇരുട്ട് മുഴുവൻ നീക്കി സൂര്യൻ വരണം. ഭഗവാനാണെങ്കിലോ കോടി സൂര്യപ്രഭ. കോടി സൂര്യൻ എന്ന് വെച്ചാൽ ഒരു കോടി, ഒരു ക്രോർ എന്ന അർത്ഥമല്ല. വാസ്തവത്തിൽ ഇംഗ്ലീഷില്
കോടി എന്നുള്ളതിന് വാക്കില്ല. ഇന്ത്യൻ ഇംഗ്ലീഷാണ് ഈ ക്രോർ എന്ന് പറയുന്നത്. അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് 10 മില്യൺ എന്നൊക്കെ പറയണം. അല്ലാതെ ഈ ക്രോർ നമ്മൾ വിചാരിക്കണം നമ്മളുടെ ഇംഗ്ലീഷ് എല്ലാം അവർക്ക് മനസ്സിലാവുന്നു. അവർക്കറിയില്ല. അത് ഇവിടുന്ന് കോടി എന്ന് പറയും. നോർത്തിൽ പോയ കരോഡ്പതി ഈ കരോടൊക്കെ ക്രോറായതാണ്. കോടി എന്നുള്ള വാക്കിന് അർത്ഥം എന്താന്ന് വെച്ചാൽ അറ്റം എന്നർത്ഥം, എൻഡ്. കാമകോടി എന്നൊരു പേര് കാഞ്ചീപുരത്തിന്. കാമകോടി എന്ന് വെച്ചാൽ കാമത്തിന്റെ എൻഡ്. കോടിക്കണക്കിന് കാമം ധരിക്കും ആളുകൾ, അങ്ങനെ ധരിച്ചിരിക്കും. കാമകോടി, വില്ലിന്റെ കോടി എന്ന് വെച്ചാൽ വില്ലിന്റെ എൻഡ്. ഒരു തെരുവിന്റെ കോടിയിൽ കടയുണ്ടെന്ന് പറയും. തെരുവിന്റെ കോടി എന്ന് വെച്ചാൽ തെരുവിന്റെ എൻഡ്, സ്ട്രീറ്റിന്റെ എൻഡ് ഓഫ് ദ സ്ട്രീറ്റ്, അവിടെ കടയുണ്ട്. അപ്പൊ തെരുവിന്റെ കോടി. കട എന്ന് പറഞ്ഞാൽ തന്നെ കോടി എന്നർത്ഥം. അത് വേറൊരു വാക്ക്. നമ്മൾ കട എന്ന് പറയണ്ടല്ലോ. ഈ കട എന്ന് പറഞ്ഞാൽ സ്റ്റോർ എന്നർത്ഥമല്ല. കട എന്ന് പറഞ്ഞാൽ എൻഡ്, അവസാനത്തിലുള്ളത്. അതാണ് ഈ തമിഴിൽ കടവുൾ എന്ന് പറഞ്ഞത്. ഈശ്വരൻ അറ്റത്തിലുള്ള ഉള്ള്, കടയിലുള്ള ഉള്ള്. കടന്ന് 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 അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം, കടയിലെ എൻഡിലുള്ള ഉള്ള്, അതാണ് കടവുൾ ഈശ്വരൻ. അതുപോലെ കോടി എന്ന് വെച്ചാൽ കോടി സൂര്യപ്രഭ എന്ന് വെച്ചാൽ ലൈറ്റിന്റെ ഇഫൾജൻസിന്റെ എൻഡ്. അതിനു മേലെ ഇഫൾജന്റ് ആവാൻ പറ്റില്ല. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം എന്ന് വെച്ചാലോ ഇരുട്ടിനെയും പ്രകാശിപ്പിച്ചാൽ സമ്പൂർണമായി. അല്ലേ? ഈ വെളിച്ചം ഇരുട്ടിന് ശത്രുവാണ്. ഒന്നിൽ ഇതുണ്ടാവും, അല്ലെങ്കിൽ ഇരുട്ടുണ്ടാവും. ഈശ്വരനാകുന്ന വെളിച്ചമോ വെളിച്ചത്തിനെയും പ്രകാശിപ്പിക്കും, ഇരുട്ടിനെയും പ്രകാശിപ്പിക്കും. അതുകൊണ്ടാണ് ജ്യോതിഷാം അപി തജ്ജ്യോതി തമസഹ പരമുച്യത്തെ. തമസ് എന്ന് വെച്ചാൽ ഇരുട്ട്. ഇരുട്ടിനെയും കടന്നു നിൽക്കണു. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. അത് അറിവാണ്, അറിയപ്പെടേണ്ട വസ്തുവാണ്, അറിയുന്നവനാണ്, എല്ലാമാണ്. എല്ലാവരുടെയും ഹൃദയത്തില് ചിത്സ്വരൂപമായി, ചൈതന്യസ്വരൂപമായി, ബോധസ്വരൂപമായി, അവനവന്റെ അസ്തിത്വരൂപത്തിൽ ഉജ്ജ്വലമായി പ്രകാശിച്ചുകൊണ്ട് ഇരിക്കുന്നു. അതിനെയാണ് അക്ഷരം വേദിതവ്യം, ദീപ്തപ്രകാശം എന്നൊക്കെ പലതും പറഞ്ഞത്. അക്ഷരപുരുഷനായി ദിവ്യോ ഹി അമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തരോ ഹി അജഹ. അക്ഷരപുരുഷനായി അകമയ്ക്ക് എല്ലാ അനുഭവങ്ങൾക്കും അധിഷ്ഠാനമായി, ഇരുപ്പ് മാത്രമായി, സന്മാത്രമായി ആ ജ്യോതി. അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. സ ആത്മാ തത്വമസി ശ്വേതകേതു. അങ്ങനെ യാതൊന്നുണ്ടോ അത് തന്നെ ഹേ ശ്വേതകേതു ആത്മാ, അത് തന്നെ നീ. സുഷുപ്തി അവസ്ഥയിൽ സുഖമായി ഉറങ്ങുമ്പോഴും അത് സ്വയം പ്രകാശമായിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് തമസപരസ്ഥാന്ന്, ഇരുട്ടിനപ്പുറം പോയതെന്ന് വെച്ചാൽ ഈ പുറത്തുള്ള ഇരുട്ട് മാത്രമല്ല, നമുക്ക് എൻട്രി ഇല്ലാത്ത ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് മാത്രം കടന്നു പോകാൻ പറ്റില്ല നമുക്ക്. ആ ഗേറ്റാണ് ഡീപ്പ് സ്ലീപ്പ്. എഴുന്നേറ്റാൽ സുഖമായിട്ടിരിക്കണം. ശരി, എന്തത്ര സുഖത്തിന് അവിടെ കാരണം? ഒന്നും കൂടെ ഉറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതിനകത്ത് പോയി നോക്കാൻ വയ്യ, അല്ലേ? വലിയ സേതുവാണെന്നാണ് ശ്രുതി പറയണത്. അൺബ്രേക്കബിൾ വാൾ. അങ്ങോട്ടേക്ക് പ്രവേശമില്ല. അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് സുഖം. സുഖം എങ്ങനെയിരുന്നു? സുഖം എന്റെ സ്വരൂപമായിട്ട് തന്നെ ഇരുന്നു. അതുകൊണ്ട് സുഖമായിട്ട് ഇരുന്നു എന്നാണ്. സുഖം അനുഭവിച്ചു എന്നല്ല. സുഖം അനുഭവിക്കുന്ന ഒരാളൊന്നും അവിടെ ഇല്ല. സുഖമായിട്ട് ഇരുന്നു. യാതൊന്ന് അവിടെ ഇരുന്നുവോ, യാതൊന്ന് അവിടെ ഉണ്ടായിരുന്നുവോ, അതിന്റെ സ്വരൂപം തന്നെ സുഖമാണ്. അത് സ്വയം തന്നെ അറിഞ്ഞും കൊണ്ടിരുന്നു.
അവിടെ അറിവില്ലായ്മയൊന്നുമില്ല. സുഷുപ്തിയിൽ ഒന്നും അറിഞ്ഞില്ല എന്ന് സുഷുപ്തിയിൽ ഒരാൾക്കും പറയാൻ പറ്റില്ല, ജാഗ്രതയിലേ പറയാൻ പറ്റുള്ളൂ. എഴുന്നേറ്റിട്ടാണ് പറഞ്ഞത് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോഴോ ദാറ്റ് വാസ് ഫുൾ ഇന്റലിജൻസ്, ഫുൾ നോയിങ്നെസ്, ഫുൾ അവയർനെസ്. അവിടെ ഒന്നും അറിവില്ലായ്മയുടെ ലേശ സ്പർശം പോലും സുഷുപ്തിയിൽ ഇരിക്കുമ്പോ ഇല്ല, എഴുന്നേറ്റ് നോക്കുമ്പോഴേ ഉള്ളൂ. അപ്പോ അവിടെ അറിവില്ലായ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരാളും അങ്ങോട്ട് പോവാൻ ആശിക്കില്ല. അവിടെ സുഖമായിരുന്നു. അറിവ്, സുഖം, ആത്മാ, സ്വരൂപം ഒക്കെ ഏകപിണ്ഡമായിട്ട് വർത്തിച്ചു. പ്രജ്ഞാനഘന. അവിടെ ഉറക്കമൊന്നുമില്ല, അവിടെ സ്വപ്നമൊന്നുമില്ല, അവിടെ ജഗത്തെ, ജീവൻ, ഈശ്വരൻ എന്നുള്ള ത്രിപുടികളൊന്നുമില്ല. അവിടെ ആത്മാ, ബ്രഹ്മം, സ്വയം പ്രകാശമായ സത്യം എല്ലാവർക്കും പ്രകാശിച്ചു. ഇറ്റ്സ് എൻ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്. എല്ലാവരും ബ്രഹ്മാനുഭവത്തില് സമാധിയിലിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ശ്രുതി ഒരു കാര്യം പറയുന്നത്, സുഖമായിട്ട് ഉറങ്ങുന്ന ആളെ തട്ടി എഴുന്നേൽപ്പിക്കുന്നത് ബ്രഹ്മഹത്യയാണെന്നാണ്. ചെയ്യരുത്. സുഖമായിട്ട് ഉറങ്ങുമ്പോ എഴുന്നേൽപ്പിക്കാന്ന് പറയുന്നത് ബ്രഹ്മഹത്യാത്ര. എന്താന്ന് വെച്ചാൽ ബ്രഹ്മാനുഭവത്തിലാണ് ഇരിക്കുന്നത്. ബ്രഹ്മജ്ഞാനമില്ല. ബ്രഹ്മജ്ഞാനം വേണമെങ്കിൽ ശ്രവണം ചെയ്യണം, മനനം ചെയ്യണം, നിധിധ്യാസനം ചെയ്യണം. ബട്ട് ബ്രഹ്മ അനുഭവം, ദ എക്സ്പീരിയൻസ് ഓഫ് ബ്രഹ്മൻ ഈസ് യൂണിവേഴ്സൽ. ഇറ്റ് ഈസ് ഫോർ ഓൾ. മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ദ മൊമെന്റ് യു ആർ തോട്ട്ലെസ്, യു ആർ ഇൻ ദാറ്റ് സ്റ്റേറ്റ്. ചിത്തവൃത്തി ഇല്ലാതെ നിശ്ചലമായിട്ടിരിക്കൂ. ഈശ്വരന്റെ ആ ഒമിനിഷ്യൻസ്, സർവജ്ഞത്വം പക്ഷികളിലും മൃഗങ്ങളിലും ഒക്കെ പോലും ഉണ്ട്. നാളത്തേക്ക് ഒന്നും ശേഖരിച്ചു വെക്കണില്ല. എങ്ങനെ ഇരിക്കണം നോക്കൂ അവരൊക്കെ. നമ്മള് പണ്ഡിതന്മാര്, അറിവുള്ളവര് എന്തൊക്കെയോ അഭിമാനിക്കണം. അവരെയൊക്കെ നോക്കി നാണം കുണുങ്ങണം അല്ലേ? ഈശ്വരൻ ഒരു കാക്കയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട്. എന്തു ധൈര്യം! ധൈര്യം എന്ന് വെച്ചാൽ ആ നിശ്ചലതയിലാണ് ധൈര്യം. നമ്മളതിനെ അറിവില്ലായ്മ എന്ന് വിളിക്കുന്നു. അവരുടെ നിശ്ചലത, നാളെയെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല അല്ലേ? എത്ര അൺസർട്ടനാണ് ജീവിതം. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ജീവി ഒന്ന് ആക്രമിക്കും. പൊതുവെ ഈ പക്ഷികളൊക്കെ, വവ്വാല് ഇതുപോലത്തെ ജീവികളുടെ ഒക്കെ ആക്രമണമൊക്കെ ഉണ്ടാവും. പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇതൊന്നും അതിന് എന്തുകൊണ്ട് ആ പക്ഷികളും മൃഗങ്ങളും ഒന്നും ബാധിക്കണില്ല എന്ന് വെച്ചാൽ നാളെ ഇല്ല അവർക്ക്, ഇന്നലെ ഇല്ല. ഭഗവാൻ അക്ഷരമണമാലയിൽ രാപ്പകലില്ല വെറുവെളി വീട് എന്ന് പറയുന്നുണ്ട്. ആ ഫ്രീഡം വേർ ദർ ഈസ് നൈദർ ഡേ നോർ നൈറ്റ്, അത് പക്ഷികളിലൊക്കെ പോലും ഉണ്ട്. വിശ്വത്തിൽ മുഴുവനുണ്ട്, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഈ മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി ബ്രഹ്മാവലോക ധിഷണ. ആ ഉള്ളതിനെ കണ്ടറിയാൻ, ഒരു അഭിമാനിക്കാനുള്ള ഒരു അവകാശമുണ്ട് നമുക്ക്. പക്ഷെ ഈശ്വരത്വം എല്ലാത്തിൻ്റെ ഉള്ളിലുണ്ട്. ചിത്തവൃത്തി ഇല്ലാതെ ഇരുന്നാൽ അത് പ്രകാശം. യോഗശ്ചിത്തവൃത്തി നിരോധ. നമ്മൾ പഠിക്കേണ്ടത് അതാണ്. നമ്മൾ ആകെപ്പാടെ പഠിച്ചിരിക്കുന്നത് മാനുഫാക്ചറിങ് തോട്ട്സ് ആണ്. ചിന്തായന്ത്രം നിരോധയേത്. ഉള്ളിലൊരു ഡേ ആൻഡ് നൈറ്റ് ഫാക്ടറിയാണ് പ്രൊഡ്യൂസിങ് തോട്ട്സ്. നിശ്ചലോ ഭവ നിശ്ചലോ ഭവ നിശ്ചലോ ഭവ സർവദാ. ആ നിശ്ചലതത്വേ ജീവൻ മുക്തി. നിശ്ചലമാവുമ്പോ ആത്മാവിന്റെ സ്വരൂപമാണ് മുക്തി.
ഭഗവാന്റെ മഹാവാക്യങ്ങളിൽ ഓരോന്ന്. ഐ ഇസ് റിയലൈസേഷൻ, എക്സിസ്റ്റൻസ് ഇസ് റിയലൈസേഷൻ, വാട്ട് ഈസ് റിയലൈസേഷൻ, വാട്ട് ഈസ് ഗോഡ്. ന അഭാവോ വിദ്യത്തെ സത. അല്ലേ? ഒരിക്കലും സത്തിന് അഭാവമില്ല. സത്ത് മറയുന്നേ ഇല്ല എന്നർത്ഥം. എന്നിട്ടാണ് നമ്മൾ ഈശ്വരനെ കാണാനില്ല. ന അഭാവോ വിദ്യത്തെ സത നിരസ്തകുഹകം സത്യം പരം ധീമഹി. മറയാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു സത്യം. ആ ബോധം തന്നെ ഈശ്വരൻ, ആത്മാ, ഹൃദയം എന്ന് പറയണത്. ആ ഹൃദയത്തിലാണ് വിശ്വം നിൽക്കുന്നത്. ഹൃദയം വിശ്വമസ്യ. വിശ്വരൂപം ഒക്കെ ശ്രുതി തന്നെ, മന്ത്രം, ഉപനിഷത്ത് തന്നെ പലയിടത്തും പറയണു. അഗ്നിർമൂർധ ചക്ഷുഷീ ചന്ദ്രസൂര്യൗ ദിശശ്രോത്രേ വാഗ് വിവൃതാശ്ച വേദാഃ വായുഃ പ്രാണോ ഹൃദയം വിശ്വമസ്യ പദ്ഭ്യാം പൃഥിവീ സർവഭൂതാന്തരാത്മാ. ഇന്നലെ നമ്മൾ പറഞ്ഞു സൂര്യചന്ദ്രന്മാര് കണ്ണുകൾ. ഇത് ഉപനിഷത്ത് പ്രതിപാദ്യം. ചക്ഷുഷീ ചന്ദ്രസൂര്യോ. 2 ഡയമെൻഷൻസ് പറയണം, പകൽ രാത്രി. നാച്ചുറൽ ടൈം അല്ലേ? നമുക്ക് ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ അറിയുള്ളൂ. വാച്ച് വെച്ചാലല്ലേ മറ്റേ സമയമൊക്കെ അറിയുള്ളൂ. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ആ സ്വരൂപത്തിൽ അത് തന്നെ ഇല്ല. പകല് രാത്രിയോ. ചെറിയ കുട്ടികൾ ചിലപ്പോൾ ചോദിക്കും, ഇപ്പൊ രാത്രിയാണോ പകലാണോ? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കുട്ടികൾ. പല കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കുട്ടികളെ. അവർക്കറിയില്ല ഇപ്പൊ ഉച്ചയാണോ രാവിലെയാണോ ഒക്കെ ചോദിക്കും. രാത്രിയാണോ പകലാണോ? നമ്മളുടെ അവയർനെസ്സിൽ ഇത് വല്ലതുണ്ടോ? അല്ലേ? പിറന്നാളൊക്കെ ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്നു. നമുക്ക് ആർക്കെങ്കിലും ജനിച്ചു എന്നുള്ള ഓർമ്മയുണ്ടോ? നോക്കൂ. ഈ ആത്മാവാണ്, നീ ബ്രഹ്മമാണെന്നൊക്കെ പറയുന്നത് ഒരു പുതിയ അറിവല്ല. ഏതൊന്നാണോ വാസ്തവത്തിലുള്ളത് അതിന്റെ റെവലേഷൻ മാത്രമാണ്. പല ആളുകൾക്കും പഴയ കാലത്തുള്ളവർക്ക് പിറന്നാളും അറിയില്ല, നക്ഷത്രവും അറിയില്ല, ഡേറ്റും അറിയില്ല. ഞങ്ങളുടെ അവിടെ ഒരു പണിക്കാരി ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചാ പറയും, എപ്പോഴാ ജനിച്ച ചോദിച്ചു. മേനെ ആർക്കറിയും? പാലക്കാട് ഭാഷയാണത്. മേനെന്ന് ആർക്കറിയും? കുറേ ദിവസമായില്ല. അത് അവിടുത്തെ ഭാഷയിൽ പറഞ്ഞ തൊങ്ങനെ ആയി വയസ്സെന്ന് പറയും. എപ്പോഴാ ജനിച്ച? ഒന്നും ഡേറ്റും ഇല്ല, നമ്പറും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ കലണ്ടറിലാണ് നമ്മൾ, അല്ലേ? ഇതൊക്കെ നുണയാണ്. മന്ത്, ഇയർ. ഇടയ്ക്കിടയ്ക്ക് ഓരോ രാജാക്കന്മാർ വരുമ്പോൾ മാസങ്ങളൊക്കെ മാറ്റും. നമുക്കൊരു മാസം, അമേരിക്കയിലൊരു മാസം, ഒരു വർഷം. നമ്മളുടെ ഋഷികൾ കൊടുത്തിരിക്കുന്ന ടൈം അറ്റ്ലീസ്റ്റ് നാച്ചുറലാണ്. ഡേ നൈറ്റ്. ചന്ദ്രന്റെ 14 ദിവസം. ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം. ഈ മാസം എന്ന് പറയുന്നത് സയന്റിഫിക്കേ അല്ല. ഈ 28 ദിവസം, അമാവാസ വരയ്ക്കും, പൗർണമി വരയ്ക്കും, പ്രഥമ മുതൽ ചതുർദശി പര്യന്തം. അതൊരു ഒരു കാര്യമെങ്കിലുണ്ട്. ഇത് വെറുതെ ജനുവരി 1, 2, 3 തൊട്ട് ഇങ്ങനെ പറ്റും. അവസാനമാകുമ്പോൾ കണക്ക് തെറ്റിയിട്ട് 28, പിന്നെ ഒരു വർഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് 29. എവിടെ ടൈം?
ഇപ്പൊ ഭഗവാൻ പറഞ്ഞു കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്ത. അതിനാണ് ഞാനിപ്പോ വരുന്നത്. എന്താണ് കാലം? ടൈം. ടൈം എവിടെ ഉണ്ട്? ഇരുന്നു കൊണ്ടേയിരിക്കണ ഇരിപ്പില് കാലം ഉണ്ടോ? ഭഗവാൻ പറഞ്ഞു കാലം എല്ലാത്തിനെയും ഗ്രസിക്കണമെന്ന് പറഞ്ഞു. ഇരുന്നുകൊണ്ടേയിരിക്കണതാണല്ലോ ടൈം. നമ്മൾ ടൈം എന്ന് കാലം എന്ന് പറയുന്നത് എന്തിനെയാണ്? ഒന്ന് അവസാനിച്ചേക്ക്. വാസ്തവത്തിൽ കാലം അഖണ്ഡ സംവിത്തിനെയാണ് കാലം എന്ന് പറയേണ്ടത്. പക്ഷെ നമ്മൾ ഖണ്ഡ സംവിത്തിനെ കാലം എന്ന് പറയുന്നു. ഇന്ററപ്റ്റഡ് അവയർനെസ്, ബ്രോക്കൺ അവയർനെസ്. പക്ഷെ അൺബ്രോക്കൺ അവയർനെസ് ആണ് ഓരോ മൊമെന്റിലും ഇരിക്കണം. പ്രതിബോധവിദിതം. ഓരോ ചുമ്മാ ഇരുന്ന 10,000 ആണ്ടൊരൽപ്പനേരം തോട്ട്സ് വരുമ്പോ ടൈം വന്നു അല്ലേ? നമുക്ക് മാത്രമാണ് ബോറടിക്കണത്. നോക്കൂ, നാച്ചുറല് ഒരു നായ്ക്ക് ബോറടിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്ര വിഡ്ഢികളാണെന്ന് നോക്കൂ. ഇത്രയധികം ബുദ്ധിശാലികൾ എന്ന് പറയുന്ന നമ്മൾ മാത്രമാണ് ബോറടിക്കണത്. ആ ബോർഡം തീർക്കാൻ നമുക്ക് ഒരു വഴിയും കാണാനില്ല. ഒരു ഇന്നർ ഫോഴ്സാണ് ഈ ബോറടിക്കുക എന്ന് പറയുന്നത്. ആത്മാവിന്റെ ഒരു ശക്തിയാണ്. അതിങ്ങനെ ഓരോന്നോരോന്ന ഇതാണ്, ആ ഇന്റലിജൻസ് ആണത്. അതിങ്ങനെ ശ്രമിച്ചു നോക്കുകയാണ്. ഇതിലും അതിലും അതല്ല തള്ളിക്കളയാണ്. എല്ലാം ബോറടിക്കും. ബ്രഹ്മാവിന്റെ ലോകം വരെ എല്ലാം ബോറടിച്ചു കഴിയുമ്പോൾ അവസാനം തന്നിലേ ഇരിക്കും. എല്ലാം ബോറടിച്ചു കഴിയുമ്പോൾ അവസാനം ചുമ്മാ ഇരു ചൊല്ലത് என்றதுமே அம்மா பொருள் ஒன்றும் அறிந்திலனே. എല്ലാം ബോറടിക്കലാണ് വേദാന്തികൾ പറയുന്നത്. നേത്തി നേത്തി നേത്തി. അതൊരു സയൻസ്, ഒരു പ്രോസസ് മാതിരി തോന്നുന്നു. എല്ലാവരുടെ ഉള്ളിലും ജീവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും ബോറടിച്ചു. എവർ ഫ്രഷായിട്ട് വല്ലതും ഉണ്ടോ നോക്കുകയാണ്. അധ്യാത്മത്തിൽ വരുമ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടും. എത്ര പ്രാവശ്യം ഒരേ ബ്രഹ്മവിദ്യ കേട്ടാലും, എത്ര പ്രാവശ്യം ശ്രവണം ചെയ്താലും, മനനം ചെയ്താലും, നിധിധ്യാസനം ചെയ്താലും, ധ്യാനം ചെയ്താലും നിശ്ചലമായിട്ട് ഇരിക്കും. അതാ നിശ്ചലതയുടെ സുഖമാണ്. അത് ബോറടിക്കണേയില്ല. എന്താന്ന് വെച്ചാൽ അത് ടൈംലെസ്നെസ് ആണ്. സുഷുപ്തി ബോറടിക്കില്ല. രണ്ട് കാര്യമേ ബോറടിക്കാതിരിക്കുള്ളൂ. ഒന്ന് ഉറക്കം, രണ്ട് സമാധി, ധ്യാനം. ഈ സത്സംഗത്തിലുണ്ടാവുന്ന വാസ്തവമായ സുഖം അത് ബോറടിക്കില്ല. എന്താന്ന് വെച്ചാൽ അത് ഈശ്വരന്റെ ശക്തിയാണ്. പ്രകൃതിയിൽ രമ്യമായിട്ട് ഏതെങ്കിലും നമ്മുടെ മനസ്സിനെ ആ റാപ്പോർട്ടിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ ബോറടിക്കില്ല. സൂര്യോദയം ഈശ്വര സ്വരൂപമാണ്, ബോറടിക്കില്ല. മനസ്സുപയോഗിച്ച് നിങ്ങൾ അറിയുന്നത് എന്റർടൈൻമെന്റ് ഒക്കെ അവസാനം ബോറടിച്ചു പോകും. എത്ര നല്ല എന്റർടൈൻമെന്റ് അവിടെ കുറച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, തുപ്പിക്കളയും. അതിഭോഗാത് വിരജ്യത്തെ. വെറുതു പോവും, ഓക്കാലും വരും. അപ്പൊ ടൈം എന്താണ്? കാലം എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്ന ടൈം വാസ്തവത്തിലുണ്ടോ? പക്ഷി മൃഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അവർക്ക് ആർക്കും പാസ്റ്റും ഫ്യൂച്ചറും ഇല്ല. പാസ്റ്റും ഫ്യൂച്ചറും ഉണ്ടെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ഇരിക്കാനേ പറ്റില്ല. ഞാൻ മദ്രാസില് താമസിക്കുമ്പോൾ ആ വീട്ടിൽ മൂന്നാമത്തെ നിലയിൽ നോക്കിയാല് ഈ കാറ്റാടി മരമുണ്ട്. അതിലാണ് ഈ കാക്ക കൂട് കെട്ടിയിരിക്കുന്നത്. ആ കൂട് കെട്ടിയതിന്റെ മുട്ടയും കാക്ക കുഞ്ഞുങ്ങളും ഒക്കെ കാണാം നമുക്ക്. മോള് നോക്കിയാൽ വ്യക്തമായിട്ട്. അത് ഇതുപോലെ മഴയും കാറ്റും ഒക്കെ അടിച്ചാൽ അതിങ്ങനെ കിടന്നു അലയും. അതിലാണ് ഈ കുട്ടികൾ ഇരിക്കുന്നത്. എത്ര അൺസർട്ടൺ ആണെന്ന് നോക്കൂ. അവരുടെ ഒന്നും വീഴില്ല, പൊട്ടില്ല, ഒന്നും ആവില്ല, ഒന്നും അറിയില്ല.
നമ്മൾ എന്തൊക്കെ ചെയ്ത് വീട് ചെയ്ത് ആളുകൾ വലിയ വലിയ വീട് കെട്ടി ഉമ്മർത്തൊരു വീഡിയോ വെച്ചിരിക്കുകയാണ്, വന്നിരിക്കുന്ന ആൾ ആരാണെന്ന് ഉള്ളിൽ കാണാൻ. എന്നിട്ട് ബി വെയർ ഓഫ് ഡോഗ്സ് എന്നിട്ടുണ്ടാവും ഉമ്മർത്ത്. ഒന്നുമില്ലെങ്കിലും വീട്ടിൽ നായൊന്നും വളർത്തിട്ടില്ലെങ്കിലും ഒരു വീട്ടിലത് ഇട്ടിട്ട് അവർ ചോദിച്ചു, ഇവിടെ നായൊന്നും ഇല്ല. നായൊന്നുമില്ല, പിന്നെ എന്തിനായിട്ട് ഒരു ഭയം ഇരിക്കട്ടെ എന്ന് ഇട്ടതാണോ? നിങ്ങളുടെ പേരാണോ? പിന്നെ ഇവിടെ ഉള്ളവരുടെ എന്തെങ്കിലും ഉള്ളിലുള്ള ആളുകളുടെ വേണ്ടേ? ഒക്കെ ചെയ്തിട്ട് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്. അറിയോ, നമ്മൾ സച്ചിദാനന്ദം എന്ന് പറയണമല്ലോ, അതിൽ സത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അബ്സല്യൂട്ട് സെക്യൂരിറ്റിയാണ്. ആത്മാനുഭവത്തിൽ സച്ചിദാനന്ദം, സത്ത് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ്, കംപ്ലീറ്റ് സെക്യൂരിറ്റി. അത് പക്ഷിമൃഗങ്ങളൊക്കെ ഉണ്ട്. നോക്കൂ, നമുക്ക് അഭിമാനിക്കാനൊന്നുമില്ല. വൃഥാഹങ്കരണം പരം എന്നാണ് ഭാഗവതത്തിൽ പറയണത്. വെറുതെ അഹങ്കരിക്കാനൊന്നുമില്ല. ഇത്രക്ക് വേദാന്തം പഠിച്ചിട്ടും നമുക്കൊന്നും അഭിമാനിക്കാനൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ അവരുടെ ധൈര്യം നമുക്കില്ല. ഇങ്ങനെ കിടന്ന് ഒലയുമ്പോ ഞാനതിങ്ങനെ ആശ്ചര്യമായിട്ട് നോക്കി നിൽക്കും. എത്ര അൺസർട്ടൺ ആണ് നാളത്തേക്ക്. ഒന്നുമില്ല, തലേ ദിവസമില്ല, വരാൻ പോണ ദിവസമില്ല. അതിന്റെ കുട്ടികളും മുട്ടയൊക്കെ അതിനകത്തുണ്ട്. ആ മാതൃഭാവമൊക്കെ നമുക്ക് കാണാം. ഭക്ഷണം കൊണ്ട് കൊടുക്കണതും അതിനൊരു അറ്റൻഷൻ അതൊക്കെ ഉണ്ടാവും. പക്ഷെ ടൈമില്ല അവർക്ക്. ടൈമില്ലെങ്കിൽ ധൈര്യം വരും. പാസ്റ്റ് ഇല്ലെങ്കിൽ ധൈര്യം വരും. ഫ്യൂച്ചർ ഇല്ലെങ്കിൽ ധൈര്യം വരും. പ്രസന്റ് മൊമെന്റ് അങ്ങനെ നിശ്ചലത്തിലിരിക്കാമെങ്കിൽ ധൈര്യം ഉണ്ടാവും. ആത്മനാ വിന്ദത്തെ വീര്യം. ആത്മാവിൽ ധൈര്യമുണ്ട്, മൈൻഡില് ഭയമുണ്ട്. നിങ്ങൾ മനസ്സിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യൂ, ഭയമുണ്ട്. അയ്യോ ഉണ്ടാവോ ഉണ്ടാവോ, അവിടെ എവിടെയോ എന്തോ വേദനയുണ്ട്, ഉടനെ ആസ്പത്രി ക്യാൻസർ ആയിരിക്കോ, ഇവിടെ എന്തോ ആവണു, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കോ, ഒക്കെ പേടിയാണ്. ഈ മൃഗങ്ങൾക്കൊന്നും ഇതൊന്നും ഇല്ലേന്നാണ് ഇപ്പൊ എനിക്ക് സംശയം. ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, എന്ത് നമുക്ക് മാത്രം ഇതൊക്കെ വരണത്? നമുക്ക് ചിന്തിക്കാനുള്ള ഹൈ ടൈം ആയിരിക്കണം ഇതൊക്കെ. പക്ഷികള് മൃഗങ്ങള് ഒക്കെ ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്, എത്ര സുഖമായിട്ടിരിക്കണം. ഒന്നും പാരസെറ്റമോൾ കഴിക്കണില്ല, ഉറക്ക ഗുളിക കഴിക്കണില്ല, ഒന്നുമില്ല. നമ്മൾ മാത്രം ഈ വലിയ ആളുകള്, മനുഷ്യൻ എന്ന് പറയുന്ന വലിയ വലിയ ജീവി ലോകം നശിപ്പിക്കാൻ ആക്രമണം കാണിച്ചത്. എന്തുണ്ട് നമുക്ക് അഭിമാനിക്കാനും? ഒന്നുമില്ല, സീറോ. നിശ്ചലമാണ് അവരുടെ സീക്രട്ട്. ടൈംലെസ്നെസ്, തോട്ട്ലെസ്നെസ്, ശാന്തി, നിശ്ചലത. മൈൻഡില്ല, മനസ്സില്ല, അമനീഭാവം. പാസ്റ്റ് ഇല്ല, ഫ്യൂച്ചർ ഇല്ല. ആ പ്രസന്റ് മൊമെന്റ് മാത്രം. വർത്തമാനം അനായാസം ഭജത് ബാഹ്യധ്യാക്ഷണം. കാലം എന്ന് പറയുന്നത് അവിടെ വർത്തമാനകാലം, വർത്തമാനകാലം, വർത്തമാനകാലം. വ്യാസഭഗവാന്റെ അടുത്ത് ചോദിച്ചു കൊടുക്കും, ഇത്ര പേരെ നശിപ്പിക്കണമല്ലോ ഈശ്വരൻ. കാരണം എന്താ? ഇവരൊക്കെ നശിപ്പിക്കപ്പെടേണ്ടവരാണ്. കാലോസ്മി ലോകക്ഷയകൃത് പ്രമുക്ത. ഈശ്വരൻ നശിപ്പിക്കാൻ നിശ്ചയിച്ചാൽ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വരൂ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് യുദ്ധഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു വലിയ മണി കിടക്കണു യുദ്ധഭൂമിയിൽ, വലിയ മണി. ഇതെന്തു മണിയാണ് എന്ന് ചോദിച്ചു. അപ്പൊ വ്യാസൻ പറഞ്ഞു, ഇത് ഭഗദത്തന് ഒരു ആന ഉണ്ടായിരുന്നു. ആ ആനയാണ് യുദ്ധഭൂമിയിൽ ഏറ്റവും അധികം നാശം വിതച്ച ആന. ആ ആനയുടെ കഴുത്തിലൊരു മണി ഉണ്ടായിരുന്നു. ഭീമൻ ഒരുപാട് ആനകളെ കൊന്നു, പക്ഷെ ഈ ആന ഭീമനെ ഇട്ട് വട്ടം കറക്കും. ആ ആന ഒരു ദിവസം ഭീമനെ പിടിച്ചങ്ങോട്ട് പൊക്കി മേലെ ഇട്ടിട്ട് കൊമ്പ് കൊണ്ട് കുത്താൻ ഇങ്ങനെ പോകുമ്പോ അർജുനൻ അമ്പ ചെയ്തിട്ട് ആ മണി അങ്ങോട്ട് പൊട്ടിച്ച് ചോട്ടിലിട്ടു. അതോടുകൂടെ ആ ആനയുടെ ശക്തി പോയി എന്നാണ് ഭാരതം. വ്യാസൻ ചെന്ന് ആ മണി പൊക്കും. മണി പൊക്കുമ്പോ അതിന്റെ ഉള്ളിൽ 3-4
അപൂർവമായ ഇനത്തിൽപ്പെട്ട ചില പക്ഷികൾ ഈ യുദ്ധഭൂമിയുടെ ഉള്ളിൽ. ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കാണ്. അപ്പൊ പറയാണ്, അർജുനൻ അമ്പയ്യുമ്പോ ധർമ്മപക്ഷക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പക്ഷികള്, അതിലൊരു പക്ഷിയുടെ മേലെ അമ്പ് കൊണ്ടു, അതിന്റെ മുട്ട ചോട്ടിലേക്ക് വീണു. കറക്റ്റായിട്ട് ഈ ഭഗദത്തന്റെ ആനയുടെ മണി അതിന്റെ മേലെ വന്ന് വീണു അത്രേ. അതുകൊണ്ട് ഇത്രയും പേര് ഓടി നടന്ന യുദ്ധഭൂമിയിലും ഒരു മുട്ട പോലും പൊട്ടിയിട്ടില്ല. അത് അതിനകത്ത് കിടന്ന് വിരിഞ്ഞിരിക്കുക. അവരെയൊക്കെ ഭഗവാൻ ഈശ്വരന്റെ യോഗക്ഷേമ ശക്തി സംരക്ഷിക്കുന്നുണ്ട്. നമ്മള് ഇൻഷുറൻസ് പോളിസിയാണ് സംരക്ഷിക്കുക, ബാങ്ക് ഡെപ്പോസിറ്റ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അതൊക്കെ നമ്മളെ കൈവിട്ടും പോകും. ഒന്നും ഒരു പറ്റും ഉപയോഗമില്ലാതെ പോയി നിശ്ചലത്തിലിരിക്കണു അവരൊക്കെ. എവിടെ പോണൂന്നേ അറിയണില്ല. മരിച്ചാൽ പോലും എവിടെ ഡിസപ്പയർ ആവണം. എത്ര പക്ഷികൾ എവിടെ പോണു? അവരൊക്കെ ബ്രഹ്മമായിട്ട് തന്നെ ഇരിക്കണു. ഇരിക്കുമ്പോ കാണുന്നു, പിന്നെ കാണാനില്ല. ശരീരം പോലും എവിടെയും കാണാനില്ല. ഏതോ ഷോക്ക് അടിച്ച് കിടക്കണമെന്ന് വേണമെങ്കിൽ കണ്ടു എന്ന് വരാമെന്നല്ലാതെ, അതും കാക്കയെ കാണുള്ളൂ. വേറെന്തെങ്കിലും പക്ഷികൾ കാണിച്ചു തരൂ. നാച്ചുറൽ ഡെത്ത് എന്താവണോ അവർക്ക്? ഒരു യൂണിവേഴ്സൽ ക്വസ്റ്റ്യനാണത്. കാണുന്നതൊക്കെ ഈശ്വരന്റെ മഹാവൈഭവമാണ് ഇവിടെ മുഴുവൻ. അമ്പലത്തിനുള്ളിൽ മാത്രമല്ല, ഇവിടെ മാത്രമല്ല, ഇവിടെ മുഴുവൻ നോക്കിയാൽ എൻറ്റയർ മിസ്റ്ററി വിൽ ബി അൺറിവീൽഡ്. ഈശ്വരൂപം എന്ന് പറഞ്ഞ ഈ വർണ്ണന മാത്രമല്ല, അങ്ങനെ നോക്കൂ, കാണാം. കാലോസ്മി എന്ന് ഭഗവാൻ പറയുമ്പോ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഈ പാസ്റ്റും ഫ്യൂച്ചറും വെറും മായ. കാരണം എപ്പോഴും പ്രസന്റ് മാത്രമേ ഉള്ളൂ. പാസ്റ്റ് നടക്കുമ്പോൾ അത് പ്രസന്റ് ആയിരുന്നു, ഫ്യൂച്ചർ നടക്കണമെങ്കിൽ അത് പ്രസന്റ് ആയിരിക്കണം. അപ്പോ എപ്പോഴും നടക്കുന്നത് പ്രസന്റിലാണ്. പാസ്റ്റിൽ ഒന്നും നടക്കില്ല, ഫ്യൂച്ചറിലും ഒന്നും നടക്കില്ല. എനിത്തിങ് ഹാപ്പനിങ്, സംഭവിക്കുക എന്ന് പറയണത് എപ്പോഴെങ്കിലും പാസ്റ്റിൽ സംഭവിക്കുമോ? ഭൂതകാലത്തിൽ എന്തെങ്കിലും സംഭവിക്കാൻ പറ്റുമോ? ഭാവി കാലത്തിൽ എന്തെങ്കിലും സംഭവിക്കാൻ പറ്റുമോ? സംഭവിക്കുന്നത് ഇപ്പോ. நிகழ்வினை பற்றி இறப்பு எதிர்வு நிற்க நிகழ்காலவையும் நிகழ்வே நிகழ்வொன்றே இன்று உண்மை தேர்ந்திராது இறப்பெதிர்வு தேரல் ஒன்றின்றி என்ன உணல். ഇറപ്പ് എതിർവ് ഭഗവാൻ തമിഴിൽ കൊടുക്കുന്ന ഒരു വാക്ക്. ഇറപ്പെന്ന് വെച്ചാൽ ഡെത്താണ്. പാസ്റ്റിനെ ഭഗവാൻ വിളിക്കുന്ന പേര് ഇറപ്പ് എന്നാണ്, ഡെഡ്. എതിർപ്പ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ. ഇത് രണ്ടും, നികഴ്വ് എന്ന് വെച്ചാൽ പ്രസന്റ്. ആ പ്രസന്റിലാണ് ഇത് രണ്ടും നിൽക്കുന്നത്. കഴിഞ്ഞു പോയത് അപ്പോ പ്രസന്റ്, വരാൻ പോണത് അപ്പോ പ്രസന്റ് ആയിരിക്കണം. റെക്കോർഡഡ് പ്രസന്റ് ഇസ് പാസ്റ്റ്, ഇമാജിനറി എക്സ്പെക്ടഡ് പ്രസന്റ് ഇസ് ഫ്യൂച്ചർ. അനുഭവം എന്ന് പറയുന്നത് പ്രസന്റ്, ഇറ്റേണൽ പ്രസന്റ്, എപ്പോഴും നൗ. ഈയിടെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം വന്നു. അവിടെ പോയാലും ആളുകൾ വായിച്ചുകൊണ്ടിരിക്കും. പവർ ഓഫ് ദ നൗ എന്ന് പറഞ്ഞിട്ട് ലോകപ്രസിദ്ധമായി തീർന്നിരിക്കുക ആ പുസ്തകം. ഇതൊക്കെ പഴയ കാര്യമാണ്. പവർ ഓഫ് ദ നൗ. പക്ഷെ അത് പുസ്തകം വായിച്ചാൽ പോരാ, യു ഹാവ് ടു സീ ദ നൗ. കാലം ഈശ്വര സ്വരൂപമാണ്. കാലത്തിനെ നൗ ആയിട്ട് കണ്ടാൽ അത് ആത്മാവാണ്. നൗവിനെ പാസ്റ്റ് ഫ്യൂച്ചറുമായിട്ട് കണ്ടാൽ കാലമായി, ടൈം. വർത്തമാനം എന്ന് വെച്ചാൽ എന്താ? ചുമ്മാ സ്റ്റിൽ.
തോട്ട്ലെസ്, നിശ്ചലം. മനസ്സ് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കുമുള്ള പെൻഡുലം, അതതിന്റെ സ്വഭാവമാണ്. എപ്പോഴും ഇരുന്നു കൊണ്ടേയിരിക്കുന്ന ആ വർത്തമാനത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ ഈശ്വരനെ ബോധസ്വരൂപമായിട്ട്, ചിത് സ്വരൂപമായിട്ട് തിരിച്ചറിയും. അവിടെ നാശമൊന്നുമില്ല, ജനനമില്ല, മരണമില്ല, ഒന്നുമില്ല. പക്ഷെ ആ അധിഷ്ഠാനത്തിൽ ഒരു സിനിമ നടക്കുന്നുണ്ട്. ആ സിനിമ ട്രാജഡി, കോമഡിയൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കും. അതിൽ ഇൻവോൾവ് ആയ സംഹാരമൊക്കെ കാണുന്നു. അതാണ് ഭാഗവതത്തിൽ പരീക്ഷിച്ച് പറയുന്ന ശുഖബ്രഹ്മ മഹർഷിയുടെ അടുത്ത്, എനിക്ക് കൃഷ്ണനെ, ഉള്ളിലുള്ള കൃഷ്ണനെ പറയുന്നു. പുറത്തു നോക്കിയ കാലം, മൃത്യു, ഉള്ളിൽ അമൃതം. വീര്യാണി തസ്യ അഖില ദേഹഭാജാം അന്തർബഹി പൂരുഷകാലരൂപൈ പ്രയച്ഛതോ മൃത്യും ഉത അമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ. മായ കൊണ്ട് മനുഷ്യനായി വേഷം കെട്ടി വന്ന് ആ ഭഗവാൻ ഉള്ളിലും പുറത്തും, ഉള്ളിൽ ആത്മാവായിട്ടും പുറത്ത് കാലമായിട്ടും രണ്ട് രൂപത്തിൽ നിൽക്കണു. പുറത്തു നോക്കിയ മൃത്യു, അകത്തു നോക്കിയ അമൃതം. ആ ഈശ്വരന്റെ വീര്യത്തിനെ എനിക്ക് പറയുന്നു. വീര്യാണി തസ്യ അഖിലദേഹഭാജാം. രണ്ട് ഡയമെൻഷൻ പോലെയാണ്. ഒരു വശത്ത് മരണം, ഒരു വശത്ത് അമൃതം. ഇത് നോക്കിയാൽ മൃത്യു. നമുക്ക് ചോയ്സ് നമ്മളുടെയാണ്. നമ്മുടെ ഭഗവാൻ പറയും കാക്കയുടെ കണ്ണുപോലെ എന്ന് പറയും. ഒരു ചൊല്ലുണ്ട്, കാക്കയ്ക്ക് ഒരു മിഴിയേ ഉള്ളൂ, ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് വരും എന്ന് പറയും. പാമ്പിന്റെ കണ്ണും ചെവിയും പോലെ എന്നൊക്കെ പറയും. കണ്ണ് കണ്ടാൽ ചെവി കേൾക്കില്ല, ചെവി കേട്ടാൽ കണ്ണ് കാണില്ല എന്നൊക്കെ പറയും. അതുപോലെ ഇങ്ങോട്ട് നോക്കിയാൽ ദുഃഖമുണ്ട്, ലോകമുണ്ട്. ആളുകൾ ചോദിക്കല്ലോ, നിങ്ങളൊക്കെ മായയാണെന്ന് പറഞ്ഞു. ഒക്കെ ഇല്ലേ ഇതാ? അങ്ങനെ ചോദിച്ചാൽ ഉത്തരമേ ഇല്ല. എല്ലാം ഉണ്ട്. ഇതാ നിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വിശക്കും, ഉറക്കം വരും, മരണം വരും, വ്യാധി വരും, ഒക്കെ വരാം. തിരിഞ്ഞുള്ളിൽ നോക്കിയാൽ ഇതൊന്നുമില്ല. അവിടെ ജനനമില്ല, മരണമില്ല, മൃത്യു, വ്യാധി, വിശപ്പ്, ദാഹം, ക്ഷുത്പിപാസെ, ജന്മമൃത്യു ഒന്നുമില്ല. ഇങ്ങനെ ഒരു വശം, അങ്ങനെ ഒരു വശം. ഇത് രണ്ടും ഭഗവാൻ പറഞ്ഞു, ഇത് രണ്ടും ഞാനാണ് അർജുന. അപ്പോ ഇതൊന്നും ഇല്ലാതിരിക്കാൻ പറ്റുമോ? ജനനം, മരണം, വ്യാധി, ഇതൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതേസമയം ആ ഒരു തലത്തിനെ ഉണരാൻ സാധിച്ചാൽ അതിന്റെ ഒരു വൈഭവം ഇതിലുണ്ടാവും. എന്നിട്ടിങ്ങനെ ഈ വിശ്വം നോക്കുമ്പോൾ ഇത് മുഴുവൻ ഈശ്വരന്റെ ഉഗ്രരൂപം. ഇവിടെ ജനനം, മരണം എല്ലാം സർവേശ്വരൻ വായി തുറന്ന് ഇരിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്നലെ ഭഗവാൻ പറഞ്ഞു, കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധ. ഞാനിത് മുഴുവനും ക്ഷയിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അർജുന, നീ ഇല്ലെങ്കിലും ഞാൻ എന്റെ കാര്യം നടത്തും. ഋതേപിത്വാം ന ഭവിഷ്യന്തി സർവേ. നീ ഇല്ലെങ്കിൽ ഇവരാരും ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട, ഒക്കെ സെക്കൻഡ്സിൽ പോകും. ഇപ്പൊ നിനക്ക് ഒരു ആക്ടിങ് നടത്താൻ ഒരു സന്ദർഭം തന്നിരിക്കണം, അത്രേ ഉള്ളൂ. തസ്മാത്വമുത്തിഷ്ഠ, എഴുന്നേക്കൂ. യശോലഭസ്വ, പേര് കിട്ടിക്കോട്ടെ നിനക്ക്.
പേപ്പറിലൊക്കെ നിന്റെ പേര് വരും. കാര്യമൊക്കെ ചെയ്യണത് ഞാനാണ്, പക്ഷെ നിന്റെ പേരും നിനക്ക് വരും. ഭുങ്ക്ഷ്വസ രാജ്യം സമൃദ്ധം, ഈ രാജ്യം സുഖമായി അനുഭവിക്കൂ. ഇവരെയൊക്കെ ഞാൻ പണ്ടേ കൊന്നുകഴിഞ്ഞു, നീ ഒരു വെറും നിമിത്തമായി തീരൂ ഹേ അർജുന. ദ്രോണം ച ഭീഷ്മം ച, ഇവരൊക്കെ കണ്ടിട്ടാണല്ലോ അർജുനൻ അയ്യോ ഇവർക്കൊക്കെ എന്ത് സംഭവിക്കൂ, എന്റെ ഗുരു, എന്റെ മുത്തശ്ശൻ. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച, ജയദ്രഥൻ, കർണം തഥാ അന്യാനപി യോധവീരാൻ, ഇവരൊക്കെ കാണുന്നുണ്ടല്ലോ മുമ്പില്. മയാഹതാൻ, ഭഗവാൻ പറയണത് ഇതൊക്കെ കഴിഞ്ഞുപോയ കഥയാണ് അർജുന. അവരൊക്കെ മുമ്പിൽ കാണണ്ട, അതൊക്കെ കാണും, പക്ഷെ അവരൊക്കെ കാര്യം മുമ്പേ അവരൊക്കെ മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ കാണുന്നത് വെറുതെയാ, ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്. മയാഹതാൻ ത്വം, അതുകൊണ്ടേ ധൈര്യമായിട്ട് തോന്നുന്നു യുദ്ധം ചെയ്തു. ജഹി മാ വ്യഥിഷ്ഠ, നീ ഇപ്പൊ എങ്ങനെ അമ്പ ചെയ്താലും കൊള്ളും, അതുകൊണ്ട് ഭയപ്പെടണ്ട. നീ വെറുതെയാണ്, തന്നെ വെറുതെ ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഒരു പയ്യനെ സ്കൂളിൽ പരീക്ഷ എഴുതാൻ വെച്ചിട്ട് ടീച്ചർ പറയാണ് ഞാൻ ഓൾറെഡി നിനക്ക് 100 മാർക്ക് കിട്ടി കഴിഞ്ഞു, നീ എന്ത് വേണമെങ്കിൽ എഴുതിക്കോ, ഞാനാണ് പേപ്പർ നോക്കണതെന്ന്. അതുപോലെ ഭഗവാൻ ഇവിടെ അർജുനന് ഒരു സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ട്, അർജുനന് ഒരു അവതാരമാണ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിയും വ്യാസം തതോ ജയമുദീരയത്. നരനാണല്ലോ അർജുനൻ. അപ്പൊ അർജുനനും ഈശ്വരന്റെ ഒരു അംശമാണ്. അതുകൊണ്ടാണ് ആ വിരാട പർവ്വത്തിൽ തനിച്ചു നിന്ന് എല്ലാവരെയും ജയിച്ചു. ഭീഷ്മർ, ദ്രോണർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ അർജുനനോട് യുദ്ധം ചെയ്യൂ. ഇതിപ്പോ ഈ കാര്യം കഴിഞ്ഞിട്ട് ഭാഗവതത്തിൽ തമാശ കാണാം നമുക്ക്. കുറെ ലോക്കൽ ഗുണ്ടാസ് വന്നിട്ട് അർജുനനെ തോൽപ്പിച്ചിട്ട് പോകും. ആ വിരാട പർവ്വത്തില് ഭീഷ്മര്, ദ്രോണരെ എല്ലാരെയും തനിച്ചു നിന്ന് ജയിച്ചു. അപ്പൊ കൃഷ്ണൻ പോലും ഇല്ല. ഇപ്പൊ യുദ്ധഭൂമിയില് ഇത്രയും പേരെ തനിച്ചു നിന്ന് ജയിച്ചു. അപ്പൊ അർജുനൻ വിചാരിച്ചു ഞാൻ ചില്ലറപ്പെട്ടവനല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ കുറെ സാധാരണ കാട്ടാളന്മാര് വന്ന് തോൽപ്പിച്ചിട്ട് പോയി. തദ്വൈ ധനുഹു സൈഷവ സരഥാഹ ഹയാസ്തേ സോഹം രഥി നൃപതയോ യഥ ആനമന്തി സർവം ക്ഷണേന തദഭൂത് അസദീശരിക്തം ഭസ്മന്യുതം കുഹകരാബ്ധമിവോത്തമുഷ്യാം. ഭാഗവതത്തിൽ പറയാ അർജുനൻ ഒക്കെ ഭസ്മത്തിൽ ഹോമിച്ച പോലെ അതേ ധനു, അതേ രഥം, അതേ അമ്പുകൾ, അതേ ഗാണ്ഡീവം ഒക്കെ ഒന്നും യൂസ്ലെസ്, ഒന്നും ഇഫക്റ്റ് ആവണില്ല, ഒക്കെ മറന്നുപോയി. അതുകൊണ്ട് അർജുനന്റെ അടുത്ത് പറയാണ് യുദ്ധസ്വ, പേടിക്കണ്ട, ജേതാസി, നീ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. രണേ സപത്നാൻ. സഞ്ജയോ വാച ഏതശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃ കിരീടീ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സ ഗദ്ഗദം ഭീതഭീതഃ പ്രണമ്യ. ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃ കിരീടീ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സ ഗദ്ഗദം ഭീതഭീതഃ പ്രണമ്യ. അർജുനന്റെ സ്ഥിതി ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഏതശ്രുത്വ, കേട്ടിട്ട് നമ്മുടെ കൂടെയുള്ള കൃഷ്ണനല്ലേ വിചാരിച്ചതാണ്. അപ്പോ കാലപുരുഷനായിട്ട് നിൽക്കണു. അപ്പൊ കണ്ടിട്ട് കൃതാഞ്ജലി, കൈകൂപ്പി നിന്നുകൊണ്ട് വേപമാനഃ, ഇങ്ങനെ വിറയ്ക്കാത്രയാണ് അർജുനൻ. സാധാരണ ആളല്ല. ആരെ കണ്ടാണോ എല്ലാരും പേടിച്ച് വിറയ്ക്കുക, അർജുനന് ദദ്ദുബുദ്ധനായി. ചുണ്ടൊക്കെ അങ്ങനെ സ്പന്ദിക്കുക, ശരീരമൊക്കെ വിറയ്ക്കുക, കയ്യില് കോതണ്ടൊന്നും നിൽക്കണില്ല, ഗാണ്ഡീവൊന്നും നിൽക്കണില്ല. വേപമാനഃ, വയസ്സായ വരുന്ന സ്ഥിതിയാണ് വേപമാനഃ. പിന്നെ ബില്ലെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകി പോവുക. അർജുനനെ ആലോചിച്ച് നോക്കുക ആ സ്ഥിതിയില്.
പേടിച്ചിട്ടേ. അപ്പൊ ആ കാലപുരുഷന്റെ ദർശനം എങ്ങനെ ഉണ്ടാവും? വേപമാന കിരീടി ഗദ്ഗദം, തൊണ്ടൊക്കെ ഇടറിപ്പോയിട്ട് ശബ്ദമൊന്നും ശരിക്ക് വരണില്ല. ഭീതഭീത, എന്തിനാപ്പൊ ഇങ്ങനെയൊക്കെ മറച്ചു വെക്കണം, പേടിച്ചു മറച്ചു. ഭീതഭീത, നല്ലവണ്ണം ഭയപ്പെട്ട് പ്രണമ്യ, വീണു നമസ്കരിച്ചു, കൈകൂപ്പി, പേടിച്ചുകൊണ്ട് ഭഗവാനെ കണ്ടു ഭയപ്പെട്ടുകൊണ്ട്. നരസിംഹാവതാരത്തിനേക്കാളും ഭയങ്കരമായിട്ടിരുന്നുണ്ടാവണം ഇപ്പോ. ഹിരണ്യകശിപുവിന് പോലും നരസിംഹാവതാരത്തില് ഇത്തിരി ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. ഹിരണ്യകശിപു ഇതാണല്ലേ വിഷ്ണു എന്ന് ഗതയൊക്കെ എടുത്തുകൊണ്ട് ചാടി. അത്രയ്ക്ക് ധൈര്യം കാണിക്കാനുള്ള ഒരു ഗെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അർജുനനെ പോലെ ഒരു ധൈര്യശാലി പേടിച്ചു പോയി. ഗാണ്ഡീവൊന്നും നിൽക്കണില്ല കയ്യില്. ആ സ്ഥിതിയിൽ വീണുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഭൂയേവ ആഹ കൃഷ്ണം, വീണ്ടും കൃഷ്ണനോട് ഈ വിധം പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞ്? അർജുനോ വാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യാ ജഗത് പ്രഹർഷ്യത്യനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. ഹേ ഋഷികേശ, ഭഗവാന്റെ ഒരു പേരാണ് ഋഷികേശൻ. ഋഷികാണാം ഈശ. ഋഷികങ്ങൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾക്കൊക്കെ പ്രാപ്യസ്ഥാനനായിട്ടിരിക്കുന്ന അന്തര്യാമിയായ ഭഗവാനെ, ഹേ ഋഷികേശ, തവ പ്രകീർത്തി, അങ്ങയുടെ മാഹാത്മ്യ സങ്കീർത്തനം കൊണ്ട് ജഗത് പ്രഹർഷ്യത്തി, എല്ലാവരും സന്തോഷിക്കും. ഈശ്വരനെ കീർത്തിച്ച് സ്തുതിച്ചു വേദങ്ങളൊക്കെ തന്നെ സന്തോഷിക്കുന്നു. അനുരജ്യതേച്ച്, വളരെ പ്രീതിയോടുകൂടെ അനുരഞ്ജനം ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നു. രക്ഷാംസി, രാക്ഷസന്മാർ, ഭൂതഗണങ്ങളും. ദിശോ ദ്രവന്തി, ഭീതാനി ദിശഹാ ദ്രവന്തി. ഭഗവാന്റെ നാമസങ്കീർത്തനം എവിടെ ചെയ്യുന്നു അവിടെ ഈ സൂക്ഷ്മഭൂതങ്ങള്, പല പ്രാണികളും പല ജീവികളൊക്കെ ഉണ്ടെന്നാണ്. നമ്മളൊക്കെ ഉണ്ടെങ്കിൽ അവരും ഉണ്ടാവാമല്ലോ. അപ്പൊ അവരൊക്കെ എങ്ങനെ ഇല്ലാതാവും? ഭഗവൻ നാമ സങ്കീർത്തനം, ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുമ്പോ, നാമത്തിനെ ജപിക്കുമ്പോ ദിശോ ദ്രവന്തി, എവിടേക്കൊക്കെയോ ഓടിപ്പോകുന്നു എന്നാണ്. രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. സിദ്ധന്മാരും ചാരണന്മാരും ഒക്കെ ഭഗവാനെ അങ്ങേ സദാ നമസ്കരിക്കുന്നു. കപിലൻ മുതലായിട്ടുള്ളവരാണ് ഈ സിദ്ധന്മാര്. അത് ഭൂതഗണങ്ങള്, സിദ്ധന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര്, യക്ഷന്മാര്. ഈ മനുഷ്യൻ മാത്രമല്ല, നമ്മളുടെ മേലുള്ള കാറ്റഗറീസ് ആണ് ഇവരൊക്കെ. നമുക്ക് ചോട്ടിലുള്ള കാറ്റഗറീസൊക്കെ നമുക്കറിയാം. എവല്യൂഷൻ മനുഷ്യൻ വരെ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മളുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് മനുഷ്യഗന്ധർവന്മാര്, മനുഷ്യയക്ഷന്മാര്, മനുഷ്യസിദ്ധന്മാര്, മനുഷ്യചാരണന്മാരൊക്കെ ഉണ്ട്. മനുഷ്യരുടെ ഉള്ളില് ഋഷികളുണ്ട്, മനുഷ്യരുടെ ഉള്ളില് ജ്ഞാനികളുണ്ട്, മനുഷ്യന്റെ ഉള്ളില് മഹേശ്വരനും ഉണ്ടാവും. ഇങ്ങനെയല്ലാതെ നമ്മൾക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത മനുഷ്യഗന്ധർവന്മാരല്ലാതെ ഗന്ധർവഗന്ധർവന്മാര്, യക്ഷന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, ഗണങ്ങള്, ഇവരൊക്കെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി. ഇവരൊക്കെ ഭഗവാനെ നമസ്കരിക്കുന്നു, വന്ദിക്കുന്നു. എന്തിനാണ് നമസ്കരിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യും എന്നാണ്. ഭഗവാന്റെ വൈഭവത്തിനെ നമസ്കരിക്കാതെ എന്ത് ചെയ്യും? ഭഗവാന്റെ അടുത്ത് നമുക്ക് ആകെപ്പാടെ എന്താ ചെയ്യാൻ പറ്റുക? എന്ത് കൊടുക്കാൻ പറ്റും? നമസ്കരിക്കാനൊക്കെ. വേറെ എന്ത് കൊടുക്കും? കസ്മാച്ഛതേന നമേരൻ മഹാത്മൻ
ഗരീയസേ ബ്രഹ്മണോപി ആദികർത്രേ. എല്ലാവരും കൂടെ ചൊല്ലാം, ഇതൊക്കെ സ്തുതികളാണ്. കസ്മാച്ഛതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപി ആദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. കസ്മാച്ഛതേ നമേരൻ, അവരെങ്ങനെ അങ്ങയെ നമസ്കരിക്കാതെ ഇരിക്കും? നമസ്കരിക്കാതെ എങ്ങനെ ഇരിക്കും ഏ ഭഗവൻ? നമസ്കരിക്കുക തന്നെ ചെയ്യും എന്നർത്ഥം. വേദം മുഴുവനും നമസ്കരിക്കുന്നു ഭഗവാൻ. ഋഗ്വേദം മുഴുവനും സ്തുതിപ്രധാനമാണ്. അഗ്നിമീളെ പുരോഹിതം ആരംഭിച്ചാൽ അഗ്നിയെ നമസ്കരിക്കുന്നു. നിങ്ങൾ മാത്രമാണോ? അല്ല, പൂർവകാല ഋഷികളൊക്കെ നമസ്കരിച്ചിരിക്കുന്നു. പൂർവേഭിർ ഋഷിഭിരീഡ്യോ നൂതനൈരുത. പൂർവ ഋഷികളും നൂതന ഋഷികളും ഒക്കെ ആ ഭഗവാനെ വന്ദിക്കുന്നു, സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു. നമസ്തേ രുദ്രമന്യവ ഉതോ തൈഷവേ നമഃ. നമസ്കരിക്കുകയാണ്, സ്തുതിയാണ്. എന്തിനാണ് നമസ്കരിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യും? ഭഗവാന്റെ വൈഭവത്തിനെ നമസ്കരിക്കാൻ യോഗ്യനായിട്ടുള്ളവനാണ് ഭഗവാൻ. അതുകൊണ്ട് നമസ്കരിക്കുന്നു. ഗരീയസേ ബ്രഹ്മണോപി, സൃഷ്ടികർത്താവായ ബ്രഹ്മാവും ഏതൊരു ഈശ്വരന്റെ നാഭികമലത്തിലാണോ ഉണ്ടാവുന്നത് ആ ഭഗവാനെ, ഭഗവാന്റെ നാഭിയിലാണല്ലോ സൃഷ്ടികർത്താവ്. അനന്തദേവേശ ജഗന്നിവാസ, അന്തമില്ലാത്ത അനന്ത സ്വരൂപനായ ജഗന്നിവാസനായ ഭഗവാനെ ത്വം അക്ഷരം, നാശമില്ലാത്ത അക്ഷരപുരുഷനാണ്. സത് അസത്, സത്തും അസത്തും അങ്ങാണ്. തത്പരം ച അസത് യത് തത് അക്ഷരം ത്വം, അതിന് മൂലകാരണമായ പരബ്രഹ്മവും അങ്ങ് തന്നെ. സത്ത് അസത്ത്, സത്ത് എന്ന് വെച്ചാൽ ഈ കാണപ്പെടുന്ന വ്യക്തം, അസത്ത് എന്ന് വെച്ചാൽ ഇതൊക്കെ മറഞ്ഞു കിടക്കുന്ന അവ്യക്തം. ഈ വ്യക്തത്തിനും അവ്യക്തത്തിനും അധിഷ്ഠാനമായിരിക്കുന്നത് പരം. സത് അസത്ത് തത്പരം ച, ഈ സത്തും അസത്തും അതിന് അധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മവും അങ്ങ് തന്നെയാണ്. ഈ കാണുന്ന സത്ത് അങ്ങാണ്. ഇതൊക്കെ ഏതൊരു അവ്യക്തത്തിൽ ചെന്ന് ലയിക്കുന്നു ആ അസത്ത് അങ്ങാണ്. ഇനി രണ്ടിനും അധിഷ്ഠാനമായിട്ടിരിക്കുന്ന തദ്വസ്തുവും അങ്ങാണ് എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. ഗുരുതരനായും ബ്രഹ്മാവിന് ഹിരണ്യഗർഭനു കൂടി കാരണനായിരിക്കുന്നതിനാൽ ആദികർത്താവുമായിരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് എല്ലാവരും എന്തുകൊണ്ട് നമസ്കാരം ചെയ്യുന്നില്ല? അങ്ങ് മഹാത്മാവും ആദികാരണനുമായിരിക്കുന്നതിനാൽ ഹർഷാദികൾക്കും നമസ്കാരത്തിനും യോഗ്യമായ വിഷയം അങ്ങ് തന്നെയാകുന്നു. ഹേ അനന്ത, ഹേ ദേവേശ, ഹേ ജഗന്നിവാസ, വേദാന്തവാക്യങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന പരബ്രഹ്മവും അങ്ങാകുന്നു. അങ്ങ് സത്തും അസത്തും ആകുന്നു. യാതൊന്നിനെ അപേക്ഷിച്ച് നമുക്ക് ഇല്ല എന്ന ബുദ്ധി ഉണ്ടാകുന്നു, അതുതന്നെ അസത്ത്. സദസത്തുക്കൾ അക്ഷരത്തിന്റെ ഉപാധികളായി ഭവിക്കുന്നു. പഴയ മലയാള ഭാഷ ഇപ്പം ആർക്കും മലയാളം വായിച്ചാൽ തന്നെ മനസ്സിലാവാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് സത്തിനും അസത്തിനും ഒക്കെ അധിഷ്ഠാനമായ ഭഗവാനെ നമസ്കാരം. ത്വമാദിദേവ പുരുഷ പുരാണഃ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. നമുക്ക് കൊച്ചിയിൽ കടലിന് ആദ്യമായിട്ട് കിട്ടിയ ശ്ലോകം ഇതാണ്. കടലിന് ഗീത കിട്ടിയെന്ന് പറയുമ്പോ ആദ്യമായിട്ട് കിട്ടിയ പേപ്പർ ഇതാണ്. അപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഈ ശ്ലോകം. സമുദ്രം കണ്ടിട്ട് വിശ്വരൂപമൊക്കെ പറഞ്ഞ്
വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. ഈ ശ്ലോകം ചൊല്ലി അത് കഴിഞ്ഞ് ആ പേപ്പർ എടുത്തുകൊണ്ട് വന്നു നോക്കുമ്പോൾ അതിൽ ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. പിന്നെയാണ് ബാക്കി അധ്യായങ്ങളും ശ്ലോകങ്ങളൊക്കെ പോലും കിട്ടിയത്. അത് ഈ ശ്ലോകമാണ്. ഭഗവാനെ അർജുനൻ സ്തുതിക്കുന്നു. ത്വം ആദിദേവ പുരുഷ പുരാണ. അങ്ങ് ആദിദേവനാണ്, ദേവന്മാർക്കൊക്കെ മൂലനായ ആ പരമേശ്വരനാണ്, ഭഗവാനാണ്, പരമപുരുഷനാണ്. പുരുഷ പുരാണ. പുരാണ എന്ന് വെച്ചാൽ പഴയ വസ്തു അല്ലേ? മുന്നൈ പഴം പൊരുളുക്കും മുന്നൈ പഴം പൊരുളേ. അധുനാപിനവം, എപ്പോഴും ഫ്രഷാണ്, വളരെ പഴയതാണെന്നാണ്. ത്വമാദിദേവ പുരുഷ പുരാണ ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം. ഈ വിശ്വത്തിന്റെ അധിഷ്ഠാനമാണ്. വേത്താസി, എല്ലാത്തിനെയും അറിയുന്നവനാണ്. വേദ്യം ച, അറിയപ്പെടേണ്ട വസ്തുവാണ്. പരം ച ധാമ, എല്ലാത്തിനും ഇരിപ്പിടമാണ്. ത്വയാ തതം വിശ്വമനന്തരൂപ. ഹേ അനന്തനായ ഭഗവാനെ, ഈ വിശ്വം മുഴുവനും അങ്ങയാൽ വ്യാപ്തമായിട്ടിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. ഇറ്റ് പെർവേഡ്സ്. ത്വയാ തതം, ഈ ശ്ലോകത്തിലെ എല്ലാം കംപ്ലീറ്റ് ആണ്. നമുക്ക് ഭഗവാനെ സ്തുതിക്കാവുന്ന ഒരു ശ്ലോകമാണിത്. ഈശ്വരനെ, നാരായണനെ സ്തുതിക്കുമ്പോ ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി, ഇതിനൊക്കെ അറിയുന്നവൻ അവിടുന്നാണ്. വേദ്യം ച, അറിയപ്പെടുന്ന വിശ്വം അങ്ങ്. ത്രിപുടിയില്ലാത്ത ശ്ലോകമാണത്. വേത്താസി വേദ്യം ച, ഈ വേത്താവും വേദ്യവും എവിടെ ഇരിക്കുന്നു? ആ അധിഷ്ഠാനം. പരം ച ധാമ, അതാണ് ഭാഗവതത്തിലെ ധാംനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധി. ആ ധാമത്തിനെ ശ്രദ്ധിച്ചാൽ വേത്താവുമില്ല, വേദ്യവുമില്ല, ജഗത്തുമില്ല. ധാംനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം. വേത്താവിലും അങ്ങ് വ്യാപിച്ചിരിക്കുന്നു, വേദ്യത്തിലും അങ്ങ് വ്യാപിച്ചിരിക്കുന്നു, ധാമത്തിലും അങ്ങിരിക്കുന്നു. അവിടുന്ന് ആദിദേവനാണ്, പുരാണപുരുഷനാണ്, വിശ്വത്തിന്റെ നിധാനമാണ്, വിശ്വമാണ്, വിശ്വത്തിനെ അറിയുന്ന ആളാണ്. ത്വമാദിദേവ, സമാധിസ്ഥിതിയെ വാക്കൽ പറയണു, അത്രയേ ഉള്ളൂ. സമാധി പ്രജ്ഞയെ വാക്കൽ പറയുന്നു. ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. ഹേ അനന്തരൂപനായ ഭഗവാനെ, വിശ്വം തതം എന്നുവെച്ചാൽ പെർവേഡ്സ്, വ്യാപിച്ചിരിക്കുന്നു. ഭഗവാൻ തന്നെ പറഞ്ഞു മയാ തതമിതം വിശ്വം. അത് ഇവിടെ തിരിച്ചിട്ടു. ഇതിനു മുമ്പ് ഒരു ശ്ലോകത്തിൽ ഭഗവാൻ മയാ തതമിതം സർവം എന്ന് പറഞ്ഞു. ഇവിടെ അർജുനൻ ത്വയാ തതമിതം വിശ്വം തിരിച്ചിട്ടു. ഹേ അനന്തരൂപ, വായുർയമോഗ്നിർവരുണ ശശാങ്കഃ പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ഇതൊക്കെ ശരണാഗതി ശ്ലോകമാണ്. അർജുനൻ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറയാണ്, ഹേ ഭഗവാനെ, ഈ വീശുന്ന കാറ്റ് അങ്ങാണ്, വായു അങ്ങാണ്, യമൻ അങ്ങാണ്, അഗ്നി അങ്ങാണ്, വരുണൻ അങ്ങാണ്, ചന്ദ്രൻ അങ്ങാണ്, പ്രജാപതി അങ്ങാണ്, പ്രപിതാമഹൻ അവിടുന്നാണ്. പ്രപിതാമഹൻ
എന്ന് പറഞ്ഞാൽ മുത്തശ്ശന്റെ അച്ഛൻ. ബ്രഹ്മാവിന്റെ പിതാവ് എന്നുള്ള അർത്ഥത്തിലും പറയാം. നമ്മളുടെ പരമ്പര മുഴുവൻ ഭഗവാൻ. സാധാരണ ഗോത്രം പറയുമ്പോൾ ഇപ്പൊ ശ്രാദ്ധത്തിനൊക്കെ അച്ഛന്റെ പേരും, ചിലർക്കൊക്കെ മുത്തശ്ശന്റെ പേര് തന്നെ അറിയില്ല. മുത്തച്ഛന്റെ അച്ഛന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നാരായണൻ, പരമേശ്വരൻ, ശിവൻ പറഞ്ഞുകൊള്ളാം. അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊരു എളുപ്പമാവാനാണ് ഒരേപോലെ പേര് വെക്കണത്. നാരായണൻ എന്ന് വെച്ചാൽ പേരക്കുട്ടിക്ക് നാരായണൻ എന്ന് പേര് വെക്കും. ഏകദേശം അതേപോലെ കണക്കാക്കി ശരിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഇപ്പൊ ശ്രാദ്ധൂട്ടനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിച്ചു കൂട്ടാൻ വേണ്ടിയാണ് ലക്ഷ്മി, സരസ്വതി, പാർവതി ഇങ്ങനെ വരും. ഒക്കെ ഭഗവാന്റെ പേരാണ്. അപ്പൊ മുത്തശ്ശന്റെ പേര് അറിയില്ലേ? നാരായണൻ. മുതുമുത്തച്ഛന്റെ പേരെന്താ? നാരായണൻ. പരമേശ്വരൻ, മഹാദേവൻ, കൃഷ്ണൻ, രാമൻ എന്തോ വെച്ചു. വായുർ യമോഗ്നി വരുണ ശശാങ്ക പ്രജാപതി ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു. സഹസ്രകൃത്വ 1000 പ്രാവശ്യം നമസ്കാരം. സഹസ്രനാമം കൊണ്ട് ഭഗവാനെ നമസ്കരിക്കണേ. അത് നമസ്കരിച്ച് മതിയാവാതുള്ള സന്തോഷാണ്. വീണ്ടും 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 നമസ്കരിച്ചു. ഭഗവാന്റെ അടുത്തൊരു ഭക്തി വരുമ്പോ, ഒരു പ്രിയം വരുമ്പോ എന്ത് ചെയ്ത് നമസ്കരിക്കും. സഹസ്രകൃത്വ, സഹസ്രനാമം. എന്തിനാ 1000 പ്രാവശ്യം നാമം? ഭഗവാന്റെ ഓരോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ നാമം ഒരു പ്രാവശ്യം കേൾക്കാവുന്ന സന്തോഷം. വീണ്ടും വീണ്ടും പല നാമങ്ങൾ പറഞ്ഞ് ഒരേ ഭഗവാനെ ആനന്ദിച്ച് ഭക്തിയോടെ സ്തുതിക്കുകയാണ്. വിശ്വം വിഷ്ണുർവ ഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത് ഒരു പൂജാരി പറഞ്ഞു, ഒരമ്മ വന്നിട്ട് പറഞ്ഞു, ഒരു സഹസ്രനാമം ഒരു 100 ശ്ലോകത്തിൽ തീർക്കാൻ പറ്റുമെന്ന്. സ്നേഹമില്ലാതാവുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അല്ലേ? തമിഴ്നാട്ടിൽ ഈ ധാരാളം ഇങ്ങനെ തമാശ വരും. സപ്താഹം എന്ന് പറയുമ്പോൾ ഒരു 5 ദിവസത്തിൽ സപ്താഹം നടത്താൻ പറ്റുമോ? സപ്താഹം എന്നുള്ള വാക്കിന്റെ അർത്ഥമേ പോയില്ലേ? സഹസ്രകൃത്വ 1000 പ്രാവശ്യം വീണു വീണ് നമസ്കരിക്കും. പുനശ്ച ഭൂയോപി നമോ നമസ്തേ. 1000 എന്ന് വെച്ചാൽ കണക്കില്ലാതെ എന്നർത്ഥം. വീണ്ടും വീണ്ടും നമസ്കരിച്ചു. വീണ്ടും പിന്നെയും പുനശ്ച ഭൂയോപി, വീണ്ടും നമസ്കാരം. മതിയോ അർജുന, നിനക്ക് നമസ്കരിച്ചത് മതിയോ? ഇല്ലില്ല, ഭഗവാൻ ഒന്നിക്കൂ. നമഃ പുരസ്താദ പൃഷ്ഠതസ്തേ. അടുത്ത ശ്ലോകം നോക്കൂ. നമഃ പുരസ്താദ പൃഷ്ഠതസ്തേ നമോസ്തുതേ സർവദൈവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. നമഃ പുരസ്താദ് 1000 പ്രാവശ്യം നമസ്കരിച്ചു. പിന്നെ പോരാതെ പിന്നെയും 2-3 പ്രാവശ്യം നമസ്കരിച്ചു. പുനശ്ച ഭൂയോപി നമോ നമസ്തേ. അത് കഴിഞ്ഞ് ഭഗവാൻ തൃപ്തിയായോ എന്ന് ചോദിച്ചപ്പോൾ, അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങനെ പ്രതിമയായിട്ട് നിൽക്കാൻ ഇഷ്ടം പോലെ ചെയ്തു, അല്ലെങ്കിൽ എത്ര നേരം നിൽക്കും. അപ്പൊ ഈ ഭക്തന്മാരോട് കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ ഒരു ശാളഗ്രാമവും ശിവലിംഗവും പ്രതിമയായിട്ട് നിൽക്കുന്നത്. ഇഷ്ടം പോലെ നമസ്കരിക്കാം, ഇഷ്ടം പോലെ കുളിപ്പിക്കാം, ഇഷ്ടം പോലെ അർച്ചിക്കാം, ഇഷ്ടം പോലെ പ്രദക്ഷിണം ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇത് ശരീരത്തിലിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. മൂർത്തി വിഗ്രഹമാകുമ്പോൾ എത്ര വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ കാരുണ്യം കൊണ്ട് ഭഗവാൻ ഒന്ന് വിഗ്രഹമായിട്ട് ഇരുന്ന് കൊടുത്തു, പൂജിച്ചോളൂ, എന്താ വേണമെങ്കിൽ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. കുളിപ്പിച്ചിട്ട് മതിയാണല്ലോ. അപ്പൊ അഭിഷേകം ചെയ്തുകൊണ്ടേ ഇരിക്കാം അല്ലേ? അത് ശരീരത്തോടെ ഇരിക്കുമ്പോൾ കൃഷ്ണന് ജലദോഷം പിടിക്കും. അപ്പൊ ഭഗവാൻ കാരുണ്യം കൊണ്ട് നമസ്കരിച്ചോളൂ, പ്രദക്ഷിണം ചെയ്തോളൂ. പുനശ്ച ഭൂയോപി നമോ നമസ്തേ നമഃ പുരസ്താദ്. ഒന്നും നിൽക്കും, മുമ്പ് നമസ്കരിക്കട്ടെ,
പിന്നെ പിന്നാലെ പോയ ആളെ കാണാനില്ല. എന്താ ചെയ്യണം? പിന്നാലെ നമസ്കരിച്ചുകൊണ്ടിരിക്കണം. പുറകുവശത്ത് നമ പൃഷ്ഠതസ്ഥേ കഴിഞ്ഞോ ഇല്ല, വശത്തിൽ വന്ന്, അതായത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇന്ദ്രൻ, അഗ്നി, യമൻ, നിർതി, വരുണൻ, വായു, പിന്നെ ഈശാനൻ, ബിന്നിൻ, ഇങ്ങനെ അഷ്ടവസുക്കളിൽ അഷ്ടദിക്പാലകന്മാരുടെ ഓരോ ദിശയിലും നമസ്കരിച്ചു. അരുണാചല പ്രദക്ഷിണം ചെയ്യുമ്പോൾ അവിടെ നമസ്കരിച്ചുകൊണ്ടേ പോകും. അത് മലയായതുകൊണ്ട് ശരി അല്ലേ. ഭഗവാൻ പറഞ്ഞു, ഭഗവാനെ നമസ്കരിക്കാൻ പ്രദക്ഷിണം ചെയ്യാനോ അടുത്തു പോയി തൊടാനോ ഒന്നും സമ്മതിക്കില്ല ആശ്രമത്തില്. വെൽ പ്രൊട്ടക്റ്റഡ്. അപ്പോ ചിലരൊക്കെ ഉണ്ട്, അവരുടെ സ്വാതന്ത്ര്യം ഒരമ്മ വന്ന് നമസ്കരിക്കും, പ്രദക്ഷിണം ചെയ്യും. അപ്പൊ കൃഷ്ണസ്വാമി ഒരു അറ്റൻഡന്റ് ഉണ്ട്, ചീത്ത പറഞ്ഞുകൊണ്ടേ, എനിക്കാണ് ഭക്തി ഉള്ളതെന്ന് കാണിക്കണം, പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു കുറെ ചീത്ത. ആ അമ്മ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, പഴുത്ത മരത്തിൽ കൊഴുത്ത മുള്ള്. അപ്പൊ ഭഗവാൻ ആ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നീ പ്രദക്ഷിണം വെക്കണു, ഇവിടെ വരുന്നവരൊക്കെ വിചാരിക്കും എന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കും, പിന്നെ എന്റെ ഗതി എന്തായി? അരശമറന്ന ഈ ആലുമരം പോലെ ഇരിക്കേണ്ടി വരും, എല്ലാരും ചുറ്റിക്കൊണ്ടിരിക്കും, പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കും. നമഃപുരസ്താദ പൃഷ്ഠതസ്ഥേ, മുമ്പിൽ നമസ്കരിച്ചു, പുറകെ നമസ്കരിച്ചു, വലതുവശത്ത് നമസ്കരിച്ചു, ഇടതുവശത്ത് നമസ്കരിച്ചു. നമോസ്തുതേ സർവ്വതയേവ സർവ, എല്ലാ വശത്തുനിന്നും ഭഗവാനെ നമസ്കരിക്കുക, പ്രദക്ഷിണം ചെയ്യുക. അത് ഒരു ഭക്തി വരുമ്പോ, അങ്ങനെ ഭാവം വരുമ്പോ. അല്ലെങ്കിൽ ഇതേ അർജുനനാണ് കുറച്ചു ദിവസം മുമ്പ് തോളിൽ കൈയിട്ട് നടന്ന ആളാണ്. ഇത് അവസാനവും ഭഗവാന്റെ അടുത്ത് അർജുനൻ പറയണ്ടേ, എന്തൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചു, ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി, ഇവിടെയും പറയാൻ പോകുന്നു. ഇപ്പൊ പറയാണ് മുമ്പിൽ നമസ്കരിക്കുക, പിമ്പിൽ നമസ്കരിക്കുക. അനന്തവീര്യാമിത വിക്രമ, അന്തമില്ലാത്ത വീര്യത്തോടുകൂടി അമിത വിക്രമനായിട്ടുള്ള സർവേശ്വര, ത്രിവിക്രമനായിട്ടുള്ള ഭഗവാനെ. ത്രിവിക്രമൻ എന്ന് വെച്ചാൽ വാമനനായിട്ടിരുന്ന് ത്രിവിക്രമനായി ഭഗവാന്റെ 3 അടി കൊണ്ട് പ്രപഞ്ചം മുഴുവൻ അളന്നെടുത്ത ത്രിവിക്രമനായിട്ടുള്ള വിശ്വേശ്വര, അനന്തവീര്യ അമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി, എല്ലാം കംപ്ലീറ്റായി വ്യാപിച്ചു. തതഹ, ഇല്ലാത്ത സ്ഥലം ഒന്നും കാണാനില്ല. തതോസി സർവം, എവിടെ നമസ്കരിക്കും, എവിടെ പൂജിക്കും, അങ്ങനെയുള്ള അവിടുത്തെ ഞാൻ എന്തൊക്കെ പറഞ്ഞു വിളിച്ചു. സഖേതിമത്വാ പ്രസഭം യദുക്തം, ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി, അജാനതാ മഹിമാനം തവേദം, മയാ പ്രമാദാത് പ്രണയേന വാപി. സഖേതിമത്വ, ഒരു ഫ്രണ്ടാണെന്ന് ധരിച്ച് ബലമായി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. സഭ്യമാണോ അസഭ്യമാണോ എന്നറിയില്ല, എന്തൊക്കെയോ ഞാൻ പറഞ്ഞുപോയി, അലക്ഷ്യമായി എന്തൊക്കെയോ പറഞ്ഞുപോയി. പ്രസഭം യദുക്തം, അലക്ഷ്യമായിട്ട്. ഹേ കൃഷ്ണ ഹേ യാദവ, ഹേ കൃഷ്ണ, ഹേ കാലിച്ചക്കാന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. യാദവ എന്ന് വെച്ചാൽ അതാണ്, പശു മേയ്ക്കാൻ പോകുന്ന കൂട്ടത്തിൽപ്പെട്ട ആള്. ഹേ യാദവ ഹേ സഖേതി, ഫ്രണ്ട്, സഖാവേ എന്ന് വിളിച്ചു. ഇങ്ങനെയൊക്കെ എന്തേ വിളിച്ച? അജാനതാ മഹിമാനം, അവിടുത്തെ മഹിമയെ അറിയാതെ ഇങ്ങനെയൊക്കെ വിളിച്ചു. ഒരുപക്ഷെ എന്തുകൊണ്ടാ എനിക്കെന്നെ നിശ്ചയില്ല, ഞാൻ പ്രണയം കൊണ്ട്, പ്രിയം കൊണ്ട്, ഭക്തി കൊണ്ട് വിളിച്ചതാണോ, അല്ലാതെ ഞാൻ എന്റെ ബുദ്ധിയിൽ അഭിമാനം അഹങ്കാരം വന്ന് വഴിതെറ്റിപ്പോയിട്ട് വിളിച്ചതാണോ, എനിക്ക് നിശ്ചയില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പൊ എനിക്കൊന്നും ന്യായീകരിക്കാനായി, ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് എന്റെ കയ്യിലൊന്നുമില്ല. സഖേതിമത്വ പ്രസവം യദുക്തം, ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി, അജാനതാ മഹിമാനം, അവിടുത്തെ മഹിമ വൈഭവം അറിയാതെ പറഞ്ഞതൊക്കെ. ചാവഹാസാർത്ഥം അസത്കൃതോസി, വിഹാരശയ്യാസന ഭോജനേഷു ഏകോഥവാപ്യച്യുത തത്സമക്ഷം, തക്ഷാമയേ ത്വാമഹമപ്രമേയം.
ഏകഃ അഥവാ തത് സമക്ഷമപി, തനിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറെ ആളുകൾ ഇരിക്കുമ്പോഴോ ഒക്കെ തന്നെ അവഹാസാർത്ഥം, പരിഹാസാർത്ഥമായിട്ട്. സാധാരണ ആളുകളെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വല്ലതും പറഞ്ഞാൽ അവർ ദേഷ്യം വരും. തനിയെ പറഞ്ഞാൽ കുഴപ്പമില്ല, 4 പേരുടെ മുമ്പിൽ വെച്ച് തന്നെ എന്തൊക്കെയാ പറയണതെന്ന് ചോദിക്കും. അപ്പൊ അർജുനൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. തനിച്ചിരിക്കുമ്പോഴും ചീത്ത വിളിച്ചു, കളിയാക്കി. 4 ആളുകൾ ഉള്ളപ്പോ പല ആളുകളുടെ മുമ്പിലും വെച്ചും പരിഹാസിച്ചു. അസത്കൃതഹാസി, അപമാനിച്ചു. എന്നിട്ടും അപഹസിക്കുകയും ചെയ്തു. തത് അപ്രമേയം, അളവില്ലാത്ത മഹിമയോടുകൂടി അചിന്ത്യപ്രഭാവത്തോടുകൂടി അങ്ങയെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ക്ഷാമയെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത അപചാരം, അപരാധം അവിടുന്ന് ക്ഷമിച്ച് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. അങ്ങ് അച്ഛനാണ്, അമ്മയാണ്, ബന്ധുവാണ്, സഖാവാണ്, സുഹൃത്താണ്, സർവസ്വമാണ്. അവിടുന്ന് അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന ത്വത്സമോസ്ത്യഭ്യധികഃ കുതോന്യോ ലോകത്രയേപി അപ്രതിമപ്രഭാവ. പിതാസി, അവിടുന്ന് അച്ഛനാണ്. ചരാചരസ്യ, ഈ ചരാചരത്തിന് മുഴുവൻ അവിടുന്ന് അച്ഛനാണ്. അവിടുന്ന് ഗുരുവാണ്. ഗരീയാൻ ഗുരുഹു, ശ്രേഷ്ഠനായ ഗുരുവാണ്, പൂജ്യനാണ്. അവിടത്തേക്ക് സമമായിട്ടോ അധികമായിട്ടോ വേറെ ആരുണ്ട്? നത്വത് സമഹ അസ്തി അഭ്യധികഃ കുതഃ അന്യഃ ലോകത്രയേപി, ലോകത്രയത്തിലും ഹേ അപ്രതിമ പ്രഭാവ, അങ്ങയ്ക്ക് തുല്യമായ പ്രഭാവത്തോടുകൂടി അങ്ങയ്ക്ക് നതസ്യ പ്രതിമ അസ്തി എന്നാണ്. ഒരു പ്രതിമയില്ല അങ്ങയ്ക്ക് തുല്യമായി ഇങ്ങനെയെന്ന് പറയാനൊന്നുമില്ല. ഹേ ഭഗവൻ, അവിടുന്ന് എല്ലാമാണെന്ന് പറഞ്ഞ് ഭഗവാനെ അർജുനൻ വീണ്ടും നമസ്കരിക്കുകയാണ്. അർജുനന്റെ ബാക്കിയുള്ള ശ്ലോകങ്ങളും ഭഗവാന്റെ അനുഗ്രഹവും ഒക്കെ നമ്മൾ നാളെ കാണാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,